അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 11ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 12ാം പാഠം അഷ്റഫുൽ ഖൽഖ്. ഇതാണ് പാഠത്തിന്റെ പേര്. ഈ പാഠത്തിലൂടെ അഫ്ആലു തഫ്ളീലിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് അഫ്ആലു തഫ്ളീൽ? അഫ്ആലു തഫ്ളീലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അഫ്ആലു തഫ്ളീലിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു പാഠമാണ് ഇത്. നമുക്ക് കൂടുതലായി അഫ്ആലു തഫ്ളീലിനെ കുറിച്ച് പരിചയപ്പെടാനും അറിയാനും പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു ഖാലിഖുൻ ലിജമീഇൽ മഖ്ലൂഖാത്തി. സൃഷ്ടികളിൽ എല്ലാവരുടെയും സൃഷ്ടാവാണ് അല്ലാഹു. അഷ്റഫുൽ ഖൽഖി മുഹമ്മദിൻ. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമർ മുഹമ്മദ് നബിയാണ്. വകാന അഹ്സനന്നാസി ഖുലുഖ. സ്വഭാവത്താൽ ജനങ്ങളിൽ ഏറ്റവും നല്ലവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വഹുവ അക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അനുയായികളാൽ അംബിയാക്കളിൽ ഏറ്റവും കൂടുതൽ ഉള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന ഇർഖുഹു മിൻ അത്യബിത് ത്വീബി. സുഗന്ധത്തിൽ ഏറ്റവും നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പായിരുന്നു. വകാന അജ്വദൻ നാസി സ്വദറൻ വ അസ്ദഖൻ നാസി ലഹ്ജതൻ വ അല്യനഹും അരീകതൻ വ അക്രമഹും അശീറതൻ. നെഞ്ചിനാൽ ജനങ്ങളിൽ നിന്ന് ഏറ്റവും വിശാലത ഉള്ളവരും നാവിനാൽ ഏറ്റവും സത്യം പറയുന്നവനും പ്രകൃതിയാൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും മയമുള്ളവരും ഗോത്രത്താൽ അവരിൽ ഏറ്റവും ആദരവുള്ളവരുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പാഠത്തിൽ ചുവപ്പ് നിറത്തിൽ നൽകിയതെല്ലാം അഫ്ആലു തഫ്ളീലാണ്, അഥവാ ഏറ്റവും മഹത്വം എന്ന അർത്ഥം കൽപ്പിക്കുന്നതാണ്. അഷ്റഫുൽ ഖൽഖി മുഹമ്മദുൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവരാണ്. ഇതുപോലെയാണ് അഫ്ആലു തഫ്ളീലിന്റെ രൂപങ്ങൾ വരുന്നത്. ഇവിടെ തഅജ്ജുബിന്റെ 2 ഫീലുകൾ എടുക്കാൻ പറ്റുന്ന ഫീലുകളിൽ നിന്ന് അഫ്ആലു തഫ്ളീലിനെ എടുക്കാൻ പറ്റും. 11ാം പാഠത്തിൽ തഅജ്ജുബിനെ കുറിച്ചും തഅജ്ജുബിന്റെ നിബന്ധനകളെ കുറിച്ചും പഠിച്ചിരുന്നു. ആ തഅജ്ജുബിന്റെ 2 ഫീലുകൾ എടുക്കാൻ പറ്റുന്ന ഏതൊക്കെ ഫീലുകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വിശദീകരിച്ചു. ആ ഫീലുകളിൽ നിന്നെല്ലാം അഫ്ആലു തഫ്ളീലിനെയും എടുക്കാം. അഫ്ആലു തഫ്ളീലിൽ അലിഫ് ലാമും ഇലാഫത്തും ഇല്ലെങ്കിൽ മിൻ എന്ന വാക്കിനെ ചേർക്കണം. പദത്തിൽ മിൻ ഇല്ലെങ്കിൽ സങ്കല്പിക്കണം. പദത്തിൽ മിൻ ഉള്ളതിന്റെ ഒരു ഉദാഹരണം നോക്കാം. അന അക്സറു മിൻക. ഞാൻ നിന്നേക്കാൾ കൂടുതൽ സമ്പത്തുള്ളവനാണ്. ഇവിടെ മിൻ എന്ന് ഉദാഹരണത്തിൽ തന്നെ കാണാൻ കഴിയും. മിൻ സങ്കല്പിച്ചതിന്റെ ഒരു ഉദാഹരണം നോക്കാം. അന അഅസ്സു നഫറൻ. ഇതിന്റെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് അന അഅസ്സു മിൻക നഫറൻ എന്നുള്ളതാണ്. മിൻ എന്നുള്ളത് അവിടെ നമ്മൾ കൂടുതലായി നമ്മൾ സങ്കല്പിക്കുന്നു. ഞാൻ നിന്നേക്കാൾ സൈന്യത്താൽ ഏറ്റവും ഔന്നത്യം ഉള്ളവനാണ്. ഇനി അഫ്അലു തഫ്ളീലിനെ നക്കിറയായ ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടാലും അല്ല് അതുപോലെ ഇലാഫത്ത് എന്നിവ ഇല്ലാതിരുന്നാലും അതിനെ ഏകവചനവും പുല്ലിംഗവുമാക്കാം. അഫ്അലു തഫ്ളീലിനെ നക്കിറയായ ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടാലും അല്ല് അതുപോലെ ഇലാഫത്ത് എന്നിവ ഇല്ലാതിരുന്നാലും അതിനെ ഏകവചനവും പുല്ലിംഗവുമാക്കാം. അതായത് അഫ്ളല് എന്ന് ഉപയോഗിക്കും. ഇലാഫത്തിന്റെ അവസരത്തിൽ മുളാഫ് ഇലൈഹി മൗസൂഫിനോട് യോജിക്കണം. ഉദാഹരണം നോക്കാം. ഖാലിദുൻ അഫ്ളലു റജുലിൻ. ഖാലിദ് പുരുഷന്മാരിൽ ഏറ്റവും മഹത്വമുള്ളവരാണ്. ഈ ഉദാഹരണത്തിൽ ഖാലിദ് എന്നത് മൗസൂഫാണ്, റജുലു എന്നുള്ളത് മുളാഫ് ഇലൈഹിയുമാണ്. രണ്ടും ഏകവചനം എന്നതിൽ യോജിച്ചു. ഓരോ ഉദാഹരണത്തിലും ഈ യോജിപ്പ് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം നോക്കാം. വസ്സൈദാനി അഫ്ളലു റജുലൈനി. ദിവ്യജനമായപ്പോൾ
മൗസൂഫായ സൈദാനിയും ദിവ്യജനമായി. ഇവിടെ നമുക്ക് ഉദാഹരണത്തിൽ രണ്ടും യോജിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അഫ്അലു തഫ്ളീലിൽ അല്ലുണ്ടാകും, അപ്പോൾ അത് മൗസൂഫിനോട് യോജിക്കുന്നതാണ്. ഉദാഹരണം നോക്കാം. സൈദുൻ അൽ അഫ്ളലു. ഇവിടെ അൽ അഫ്ളലു എന്നുള്ളതിൽ ഒരു അല്ല് നമുക്ക് കാണാൻ കഴിയും. ഇത് മൗസൂഫിനോട് യോജിച്ചതാണ്. ഇങ്ങനെ ചിലപ്പോൾ അഫ്അലു തഫ്ളീലിൽ അല്ല് വന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇനി അഫ്അലു തഫ്ളീലിനെ മഅരിഫയിലേക്ക് ചേർത്തിയാൽ മൗസൂഫിനോട് യോജിക്കലും യോജിക്കാതിരിക്കലും അനുവദനീയമാണ്. അഫ്അലു തഫ്ളീലിനെ മഅരിഫയിലേക്ക് ചേർത്താൽ മൗസൂഫിനോട് യോജിക്കലും യോജിക്കാതിരിക്കലും അനുവദനീയമാണ്. രണ്ടിന്റെയും ഉദാഹരണം നമുക്ക് നോക്കാം. യോജിച്ചതിന്റെ ഉദാഹരണം അകാബിറ മുജ്രിമിഹ, ഗ്രാമത്തിലെ അധർമ്മകാരികളിലെ ഏറ്റവും വലിയവർ. ഇവിടെ മുജ്രിമിഹ എന്നത് ബഹുവചനമായതുപോലെ അകാബിറയും ബഹുവചനമാണ്. രണ്ടും തമ്മിൽ യോജിച്ചു. രണ്ടും ഇവിടെ ബഹുവചനമായി രണ്ടും യോജിച്ചു. ഇനി യോജിക്കാത്തതിന്റെ ഒരു ഉദാഹരണം നോക്കാം. ലതജിദന്നഹും അഹ്റസന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അലച്ചു വെക്കുന്നവരായി നബിയെ അങ്ങ് അവരെ എത്തിക്കും. ഇവിടെ അന്നാസി എന്നതിനോട് അഹ്റസ എന്നുള്ളത് യോജിച്ചില്ല. അന്നാസി എന്നുള്ളതിനോട് അഹ്റസ എന്നുള്ളത് യോജിച്ചിട്ടില്ല. ഇങ്ങനെ യോജിച്ചും യോജിക്കാതെയും വരാവുന്നതാണ്. ഒരു വിഷയം നമുക്ക് നോക്കാം. യുബ്ന അഫ്അലു തഫ്ളീലി മിൻ ഫിഅലിൻ സുലാസിയിൻ ലാ യഅതി ഇസ്മു ഫാഇലിഹി അലാ വസ്നി അഫ്അല ഗൈരി ജാമിദിൻ താമ്മിൻ മുസ്ബത്തിൻ സ്വാലിഹിൻ ലിൽ മുഫാളലത്തി ഗൈരി മജ്ഹൂലിൻ. ഇത് അഫ്അലു തഫ്ളീലിനെ എടുക്കുന്നതിന്റെ രൂപമാണ്, അല്ലെങ്കിൽ അതിന്റെ നിബന്ധനകളാണ് നമ്മൾ ഈ ചെറിയ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇതിന്റെ അർത്ഥം നോക്കാം. ഒരു പദത്തിന്റെ ഇസ്മു ഫായില് വരാത്ത 3 അക്ഷരമുള്ള ഫിഅലിൽ നിന്ന് കർമ്മണി പ്രയോഗമല്ലാത്ത ഏറ്റവും നല്ലത് എന്ന് പറയാൻ പറ്റുന്ന മുസ്ബത്ത് ആയ താമായ ജാമിദല്ലാത്ത അഫ്അല് എന്ന വസ്നിൽ അഫ്അലു തഫ്ളീലിനെ എടുക്കപ്പെടും. നമുക്ക് കൂടുതൽ അറിയാൻ തഅജ്ജുബിന്റെ 8 നിബന്ധനകളും ഈ അഫ്അലു തഫ്ളീലിന്റെ നിബന്ധനകളായി പരിഗണിക്കും. നമുക്ക് ആ 8 നിബന്ധനകൾ ഏതൊക്കെയെന്ന് നോക്കാം. അയ്യകൂന അഫ്അലു തഫ്ളീലി മിൻ ഫിഅലിൻ, അയ്യകൂന മിൻ സുലാസിയിൻ, അയ്യകൂന മിൻ ഫിഅലിൻ മുതസർരിഫിൻ, അയ്യകൂന മിൻ ഫിഅലിൻ യഖ്ബലു മഅനാഹു അത്തഫാഉതു, അയ്യകൂന മിൻ ഫിഅലിൻ താമ്മിൻ, അയ്യകൂന മിൻ ഫിഅലിൻ മുസ്ബത്തിൻ, അയ്യകൂന മിൻ ഫിഅലിൻ ലം യകുൻ ഇസ്മ ഫായിലുഹു അലാ വസ്നി അഫ്അല, അയ്യകൂന മിൻ ഫിഅലിൻ മബ്നിയിൻ ലിൽ ഫായിലി. ഈ 8 ഷർത്തിന്റെ അഥവാ 8 നിബന്ധനയുടെ മലയാളം നമുക്ക് നോക്കാം. 1. ഫിഅലായിരിക്കണം, അഥവാ ഇസ്മിൽ നിന്ന് എടുക്കപ്പെടില്ല. 2. 3 അക്ഷരമുള്ള ക്രിയയാവണം. 3. സർഫാകുന്ന ക്രിയയാവണം. 4. ഏറ്റ വ്യത്യാസത്തെ സ്വീകരിക്കുന്ന ഫിഅലാവണം. 5. പൂർണ്ണ ക്രിയകളിൽ നിന്ന് അഥവാ പൂർണ്ണ ക്രിയയിൽ നിന്നാവണം. കാന, കാദ പോലെയുള്ള നാഖിസായ ഫിഅലിൽ നിന്ന് എടുക്കില്ല. അങ്ങനെയാണ് പൂർണ്ണമായ ക്രിയയിൽ നിന്നാവണം എന്ന് പറഞ്ഞത്. 6. മുസ്ബത്തായ ഫിഅലിൽ നിന്നാവണം, നഫിയിൽ നിന്ന് ആവരുത്. 7. അഫ്അലു വസ്നിൽ ഇസ്മു ഫായില് വരാത്ത ഫിഅലാകണം. 8. ഫിഅല് കർത്തരി പ്രയോഗമാവണം, കർമ്മണി പ്രയോഗമാവരുത്. നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. യൂസലു അഫ്അലു തഫ്ളീലി ബിമിൻ മത ഇൻ ജുരിദ അൻ അൽ വൽ ഇളാഫത്തി. യുദക്കറു വയുവഹദു അഫ്അലു തഫ്ളീലി മത. ഇൻ യുളഫ ഇല ഇസ്മിൻ മദ്കൂരിൻ ഔ ജുരിദ അൻ അൽ വൽ ഇളാഫത്തി. മാദാ യൽസമു ഫിൽ മുലാഫി ഇലൈഹി? യൽസമു ഫിൽ മുലാഫി ഇലൈഹി അൻ യുതാബിഖൽ മൗസൂഫ. യൽസമു അൻ യുതാബിഖ അഫ്അലു തഫ്ളീലി മൗസൂഫഹു മത ഇദാ ഇസ്തുഅമില അഫ്അലു തഫ്ളീലി ബിഅൽ. യജൂസു അൻ യുതാബിഖ അഫ്അലു തഫ്ളീലി മൗസൂഫഹു വഅൻ ലാ യുതാബിഖ മത ഇലാ ഉളിഫ ഇലൽ മഅരിഫത്തി. ഇതിന്റെ അർത്ഥവും കൂടി നമുക്ക് നോക്കാം. യൂസലു അഫ്അലു തഫ്ളീലി ബിമിൻ മത. അഫ്അലു തഫ്ളീലിനെ മിന്നിനോട് ചേർക്കപ്പെടും എപ്പോൾ?
അല്ലിനെ തൊട്ടോ, അതായത് ഇൻ ജുരിദ അൻ അൽ വൽ ഇലാഫത്തി, അല്ലിനെ തൊട്ടോ ഇലാഫത്തിനെ തൊട്ടോ തനിച്ചാൽ. യുദക്കറു വയുവഹദു അഫ്അലു തഫ്ളീലി മത്ത, അഫ്അലു തഫ്ളീലിനെ മുദക്കറും അതേപോലെ ഏകവചനവുമാക്കും എപ്പോൾ? ഒരു ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടാലോ അല്ലെങ്കിൽ അല്ലിനെ തൊട്ടോ ഇലാഫത്തിനെ തൊട്ടോ തനിപ്പിച്ചാൽ. മാതാ യൽസമു ഫിൽ മുലാഫി ഇലൈഹി, മുലാഫി ഇലൈഹിൽ നിർബന്ധമായത് എന്താണ്? യൽസമു ഫിൽ മുലാഫി ഇലൈഹി അൻ യുതാബിഖൽ മൗസൂഫ, മൗസൂഫിനോട് യോജിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. യൽസമു അൻ യുതാബിഖ അഫ്അലു തഫ്ളീലി മൗസൂഫഹു മത്ത, അഫ്അലു തഫ്ളീലി മൗസൂഫിനോട് യോജിക്കൽ നിർബന്ധമാണ് എപ്പോൾ? ഇദസ്തുമില അഫ്അലു തഫ്ളീലി ബൽ, അല്ലിനെ കൊണ്ട് അഫ്അലു തഫ്ളീലിനെ ഉപയോഗിച്ചാൽ. യജൂസു അൻ യുതാബിഖ അഫ്അലു തഫ്ളീലി മൗസൂഫഹു വഅൻ ലാ യുതാബിഖ മത്ത, മൗസൂഫിനോട് അഫ്അലു തഫ്ളീൽ യോജിക്കാം യോജിക്കാതിരിക്കാം, ഇത് അനുവദനീയമാണ് എപ്പോൾ? ഇല ഉളീഫ ഇലൽ മഅരിഫത്തി, മഅരിഫയിലേക്ക് ചേർക്കപ്പെട്ടാൽ. നമുക്ക് ചില ഭാഗങ്ങൾ ശരിയാക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തെറ്റായ രൂപത്തിൽ നൽകിയിട്ടുണ്ട്, അതിന് നമുക്ക് ശരിപ്പെടുത്താം, ഹർക്കത്ത് നൽകി ശരിപ്പെടുത്താം. സൈനബു അഹ്സനു ഇംറഅത്തിൻ, സൈനബു അഹ്സനു ഇംറഅത്തിൻ. അസ്സൈദാനി അഹ്സനു റജുലൈനി, അസ്സൈദാനി അഹ്സനു റജുലൈനി. അൽ ഹിന്ദാതു അഫ്ളലു നിസാഇൻ, അൽ ഹിന്ദാതു അഫ്ളലു നിസാഇൻ. ഫാത്തിമത്തു അൽ ഫുളല, ഫാത്തിമത്തുൽ ഫുളല.